നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലർക്കണ്ടി. ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ പറയുന്നത് ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കിണർ വരികയാണെങ്കിൽ ചെയ്യുന്ന ഒരു ഡിസൈനെ കുറിച്ചാണ്. പല വീടുകളിലും നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ വടക്ക് കിഴക്കേ മൂലയിലെല്ലാം ഒരു കിണറുണ്ടാകും. ഈ കിണറിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ഈ കിണർ നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് കാണാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രീൻ വാളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഈ സ്ക്രീൻ വാൾസ് പലരും പല രീതിയിലാണ് കെട്ടുന്നത്. ഇതിനൊരു മറവ് വേണമെങ്കിൽ, നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്കൊരു മറവ് വേണമെങ്കിൽ തീർച്ചയായും വളരെ സിമ്പിളായിട്ട് ഒരു സ്ക്രീൻ വാൾ ചെയ്താൽ തന്നെ ഇത് മറയുന്നതാണ്. കാരണം ഒരു മതിലിൻ്റെ ഹൈറ്റിൽ 5 അടി ഹൈറ്റിലൊക്കെ നമുക്ക് ചെറിയൊരു സ്ക്രീൻ വാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് മറയ്ക്കാവുന്നതാണ്. എന്നാൽ പലരും അങ്ങനെയല്ല ചെയ്യുന്നത്. ചില വീടുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വളരെ വലിയ വീടുകളായിരിക്കും. എന്നാൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്ത് വലിയൊരു പാത്രം വെച്ചതുപോലെ, തളികയെന്നോ കുടമെന്നോ എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല, ഇത്തരം വലിയ സൈസിലുള്ള ഒരു സംഗതി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. അത് വളരെ വലിയ സൈസിൽ സിമെൻറ്റിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനുശേഷം ഒരു പിച്ചള പാത്രം പോലെയെല്ലാം തോന്നിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വലിയൊരു സാധനം, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിനുള്ളിൽ ഒരു കിണർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അതായത് ഈ കിണറിനെ മറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ വലിയ ഭരണി കണ്ടില്ലേ, അതിനുള്ളിൽ ഒരു കിണർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഈ വീട്ടുകാർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഓരോരുത്തരുടെ താല്പര്യങ്ങളായിരിക്കാം. കാരണം ഈ കിണർ കാണുന്നതിനെക്കാട്ടും നല്ലത് ആ കിണറിനെ ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ ഒരു ഡീറ്റെയിലിങ്ങിലൂടെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിണർ കാണുന്നില്ല എന്നൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ മറ്റൊരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണരുത് എന്ന് വിചാരിക്കുന്ന ഒരു സംഗതി, അതായത് ഒരു ചെറിയ സ്ക്രീൻ വാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ഒരു സ്ക്രീൻ വാളിന് പുറത്ത് ഇവർക്ക് സ്ഥലമില്ല, അതല്ലെങ്കിൽ ഇത് മതിലാണ്, ഇവിടെ ഇവരുടെ സ്ഥലം കഴിഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം കാണുന്ന ആളുകൾ. എന്നാലും അതാണ് നല്ലത് എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയൊരു കിണറുണ്ടെന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചത് വിജയിച്ചു എന്ന് പറയാം. എന്നാൽ തിരിച്ച് ഇതൊരു വലിയ പാത്രം പോലെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അതിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇത് കിണറല്ല നമ്മൾ കാണുന്നത് എന്നതും ഒക്കെ, എന്നാലും ആ കിണറല്ല, പകരം അതിൻ്റെ ഉള്ളിൽ കിണറുണ്ടെന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്തരം വർക്കുകൾ നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീടാണ്, നിങ്ങൾ പണം ചെലവാക്കുന്നതാണ്, ഇത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ വീടിൻ്റെ ഭംഗി അത് നഷ്ടപ്പെടുത്തുന്നുണ്ട്. കാരണം നമുക്ക് വീട് തന്നെയാണ് വലുത്, അതിനിടയിൽ ഇങ്ങനെ മുന്നിൽ കാണുന്ന വലിയൊരു പാത്രം നമുക്ക് അത്ര ഭംഗിയൊന്നും ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കിണർ ഉണ്ടെങ്കിൽ തീർച്ചയായും കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കാര്യങ്ങളിൽ ഈ സ്ക്രീൻ വാൾ എവിടെ കെട്ടണം എന്നൊക്കെ ആദ്യം തീരുമാനിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളൊരു സിറ്റ് ഔട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ സിറ്റ് ഔട്ടിൻ്റെ മാറി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് കിണറെങ്കിൽ ആ സിറ്റ് ഔട്ടിൻ്റെ വാള് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ സ്ക്രീൻ വാളാക്കി മാറ്റാൻ പറ്റും. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വലിയൊരു സിറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു നടുവിലോ അതല്ലെങ്കിൽ ഒരു സൈഡിലേക്കൊക്കെ ചുമരിൻ്റെ പുറത്തല്ലാത്ത രീതിയിലാണ് ഈ കിണർ കിടക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് അവിടെ ഒരു സ്ക്രീൻ വാൾ കെട്ടാൻ പോലും പറ്റില്ല. കാരണം ഈ വലിയ സിറ്റ് ഔട്ടിൻ്റെ ഒരു ചെറിയ ഭാഗത്തു കൂടെ ആയിരിക്കും ഈ സ്ക്രീൻ വാൾ വരിക. ഈ സിറ്റ് ഔട്ടിൻ്റെ അവസാനമുള്ള ചുമരൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സിറ്റ് ഔട്ടിൻ്റെ നടുവിലെല്ലാം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇങ്ങനെയുള്ള സ്ക്രീൻ വാൾ നമുക്ക് ആ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ മിഡിലോ അതിൻ്റെ ഏതെങ്കിലും ഒരു തുറന്നിരിക്കുന്ന ഭാഗത്താണ് എത്തുന്നതെങ്കിൽ തീർച്ചയായും സ്ക്രീൻ വാൾ കെട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു കിണർ ഈ പ്ലോട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സ്ക്രീൻ വാളും കൂടി കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ വീടിൻ്റെ പ്ലാന് കുറച്ചുകൂടിയൊക്കെ ആ സിറ്റ് ഔട്ടൊക്കെ നീക്കിയിട്ട് റൂമിൻ്റെ ചുമര് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും സ്ക്രീൻ വാൾ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്യാം. എന്നാൽ തുറന്നു കിടക്കുന്ന സിറ്റ് ഔട്ട് പോലെയുള്ള സ്ഥലത്ത് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇക്കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ ഈ സ്ക്രീൻ വാൾ നമുക്ക് വലിയ ഹൈറ്റ് ഒന്നും ആവശ്യമില്ല. ഒരു കിണറിൻ്റെ ഹൈറ്റ് നമുക്കറിയാം, അതിനേക്കാളും കുറച്ചു കൂടി നിന്നാൽ തന്നെ നമുക്ക് ഇത് മറയും. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറച്ചിട്ടും നമുക്ക് സ്ക്രീൻ വാൾ കെട്ടാം. എന്നാൽ ചില ക്ലയൻസിന് കിണറിൽ നിന്നും വെള്ളം കപ്പിയിട്ട് കോരണം എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പോസ്റ്റ് വളരെ ഉയർന്നു നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്ക്രീൻ വാളൊക്കെ കെട്ടിയാലേ ഇത് മറയ്ക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം മാറ്റിയിട്ട് കിണർ മാത്രം ചെയ്യുകയാണെങ്കിൽ നന്നാകും. വാട്ടർ ടാങ്കിലേക്ക് ഈ കിണർ വെള്ളം നമ്മൾ മോട്ടോർ വഴിയാണ് എടുക്കുന്നത്, കോരി എടുക്കുന്നില്ല. എങ്കിൽ നമുക്ക് തീർച്ചയായും വലിയൊരു ഹൈറ്റിൽ ഇതിൻ്റെ ആൾമറ കെട്ടണമെന്നില്ല. കുറച്ച് താഴ്ത്തി കെട്ടിയിട്ട് നമുക്കത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 10 പൂച്ചട്ടി വെച്ചാൽ തന്നെ മറഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ് ഈ കിണർ. അതുകൊണ്ട് തന്നെ വലിയ സ്ക്രീൻ വാളിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയും പരീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ഹൈറ്റ് കാണിക്കാതെ തന്നെ, ആൾമറ കെട്ടാതെ തന്നെ താഴ്ത്തി വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ നമ്മുടെ കണ്ണിൽ പെടാത്ത ഒരു രീതിയിൽ നമുക്ക് മറയ്ക്കാനെല്ലാം സാധിക്കും. കൂടുതൽ ഹൈറ്റിൽ സ്ക്രീൻ വാൾ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ചെറിയൊരു കാര്യമാണ്. എന്നാലും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കിണറുണ്ടെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ ഇതിനെ മറയ്ക്കാൻ സാധിക്കും എന്ന് കാണിക്കാൻ കൂടിയാണ് ഈ വീഡിയോ. അതല്ലാതെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഇതിന് വലിയൊരു ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.